ചാലക്കുടി കോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി ലക്ഷങ്ങൾ കവർന്നു. ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് കൊള്ള നടന്നത്. മോഷ്ടാവെത്തിയത് കത്തിയുമായി. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കവർച്ച നടത്തിയത് 3 മിനിറ്റ് കൊണ്ടെന്ന് റൂറൽ SP. തൃശൂരിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. സുഹൃത്ത് അറസ്റ്റിൽ. കൊലപാതകത്തിന് കാരണം മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം. കേസിൽ നിർണായകമായത് മദ്യം വാങ്ങിയ ബില്ല്. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി 1 മാസം കഴിഞ്ഞിട്ടും തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. സ്റ്റാൻഡ് താൽക്കാലികമായി KSRTCക്ക് അനുവദിക്കാൻ നീക്കമെന്ന് സൂചന. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് 2ാം ഘട്ട ചികിത്സാ ദൌത്യത്തിന്റെ വനപാലകർ തീരുമാനിച്ചു. ചീഫ് വൈൽഡ് വാർഡന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 5 ദിവസങ്ങൾക്കകം കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാനാണ് നീക്കം. കൊടുങ്ങല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കളുടെ മൊഴി. കുന്നത്തങ്ങാടിയിൽ സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ജീവനക്കാരൻ തട്ടുകടയിൽ കയറി കടയുടമയെ മർദ്ദിച്ചതായി പരാതി. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം പറപ്പുറപ്പാട് ആവേശമായി. പറപ്പുറപ്പാടിന് മുന്നോടിയായി അരീക്കര ഇല്ലത്തെ ഇളയത് ശ്രീകോവിലിന് മുന്നിൽ തോരണം തൂക്കി കൂറയിടൽ ചടങ്ങ് നടത്തി. ചൊവ്വാഴ്ചയാണ് മാമാങ്കം. വാർത്തകൾ വിശദമായി. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച. 15 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു. പോട്ട പഴയ ദേശീയപാതയിൽ ലിറ്റിൽ ഫ്ലവർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ നിന്നാണ് കത്തികാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഒരാൾ തനിച്ച് പണവുമായി കടന്നുകളഞ്ഞത്. ഉച്ചതിരിഞ്ഞ് 2:20 സംഭവം. ഹെൽമറ്റുധാരിയായ കവർച്ചക്കാരൻ ബാങ്കിലേക്ക് കടന്നുവരികയും മുൻഭാഗത്തിരുന്ന പ്യൂൺ ടെജിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഹിന്ദി സംസാരിച്ച ഇയാൾ പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. കത്തി ചൂണ്ടിക്കൊണ്ട് ടെജിനെയും കൊണ്ട് അകത്തേക്ക് കടക്കുകയും കൗണ്ടറിനടുത്ത് എത്തുകയും ചെയ്തു. ഈ സമയം ഡൈനിങ് മുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന 2 വനിതാ ജീവനക്കാരെയും ഇയാൾ ഭീഷണിപ്പെടുത്തി. തുടർന്ന് 3 പേരെയും മുറിയിലാക്കിയായിരുന്നു കവർച്ച. കസാരയെടുത്ത് കൗണ്ടറിന്റെ ചില്ല് അടിച്ചു പൊളിക്കുകയും പണം വാരി ബാഗിലാക്കുകയും ചെയ്തു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിലാണ് പണം നിറച്ചത്. ബാങ്കിന്റെ മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടറിലാണ് പോട്ട സ്കൂൾ റോഡിലൂടെ ഇയാൾ അതിവേഗത്തിൽ പോയത്. അക്രമിയുടെ വരവും പണം കവർച്ചയുമെല്ലാം ബാങ്കിലെയും പുറത്തുമുള്ള കടകളിലെയും നിരീക്ഷണ ക്യാമറകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ജീവനക്കാർ ആദ്യം എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു. തുടർന്നായിരുന്നു വിവരം പോലീസിൽ അറിയിച്ചത്. ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ബാങ്കിൽ മൊത്തം 8 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയിരുന്നു. മറ്റ് 4 പേർ അകത്ത് ക്യാബിനിലേക്കും ഉച്ചയൂണിന് നീങ്ങി. ഭക്ഷണ സമയം ആയതിനാൽ പുറത്തുനിന്നുമുള്ള ആരും ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. ബാങ്കിന്റെ ശാഖയായതിനാൽ ഇവിടെ സെക്യൂരിറ്റിയുമില്ല. വിവരമറിഞ്ഞ ഉടനെ തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ സ്ഥലത്തെത്തി. കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്ന് DIG ഹരിശങ്കറും വ്യക്തമാക്കി. തൃശൂരിൽ നിന്നും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സംഭവം നടന്ന ഉടനെ തന്നെ വിവരം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അയച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കി. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടി പോട്ടയിൽ നടന്ന ബാങ്ക് കവർച്ച ആസൂത്രിതമെന്ന് പോലീസ്. ബാങ്കിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നയാളാണ് കവർച്ച നടത്തിയത് എന്നും പോലീസ്. ചാലക്കുടിയിൽ പട്ടാപ്പകൽ വൻ ബാങ്ക് കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലാണ് വലിയൊരു മോഷണം ഉണ്ടായിരിക്കുന്നത്. ഹെൽമറ്റും ജാക്കറ്റും മാസ്കും ധരിച്ചെത്തിയാണ് അക്രമി ബാങ്കിനകത്ത് കയറി പണം കവർന്നതെന്ന് TCVക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 8 ജീവനക്കാരാണ് ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 3 ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം കൗണ്ടർ തകർത്ത് 3 മിനിറ്റിനുള്ളിൽ തന്നെ പണം കവർന്ന് മോഷ്ടാവ് സ്കൂട്ടറിൽ കടന്നു കളഞ്ഞു. മുൻപ് ബാങ്കിൽ വന്ന് പരിചയം അതായത് ഇപ്പോൾ 2-2.5 മിനിറ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത്. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ജീവനക്കാർ ഞാൻ SP-യോടാണ് സംസാരിച്ചത്. അല്ല, ഒരു മുൻപ് ഇവിടെ വന്നിട്ടുള്ള ഒരാളാകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. കാരണം 2-2.5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ ചെയ്ത അയാൾ പോയി. അപ്പോൾ പൊതുവിലല്ല പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രസ്റ്റീജായിട്ട് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. ഇതിൽ 5 ലക്ഷത്തിന്റെ 3 ബണ്ടിൽ എടുത്ത് മൊത്തം 15 ലക്ഷം രൂപയുമായാണ്
ഇയാൾ അതിവേഗത്തിൽ കടന്നുകളഞ്ഞത്. മോഷണത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി റൂറൽ SP കൃഷ്ണകുമാർ പറഞ്ഞു. ഇവരുടെ ബ്രേക്കുണ്ട്, ലഞ്ച് ബ്രേക്ക് സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ്. ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന 47 ലക്ഷം ഓപ്പണായിട്ട് കാണാം, ബണ്ടിൽസ്. അതിൽ നിന്ന് 3 ബണ്ടിൽ മാത്രം എടുത്ത് ആണ് പോയിരിക്കുന്നത്. അത് അപ്പം അതേ സ്ഥാനത്ത് ഈ എടുത്തതിൻ്റെ ഇടതും വലതും ഒക്കെ കെട്ട് ഓപ്പണായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ഹിന്ദിയിലാണെങ്കിലും സംസാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അയാൾ വളരെ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്ത് കയറി. ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് 2 to 2:30 2 to 2:30 ലഞ്ച് ബ്രേക്ക്. അപ്പോൾ 2:12 അയാൾ വന്നു. ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്നതാണ്. ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ അകത്തായിരുന്നു. ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നു. കയ്യിലൊരു കത്തി, നമ്മൾ സാധാരണ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ 47 ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്ന 3 ബണ്ടിൽ 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു 2-3 മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത്. ബാങ്കുകാർക്ക് പങ്കുണ്ടെന്നൊന്നും പറയാൻ ഇപ്പോൾ പറ്റത്തില്ല. വണ്ടിയെക്കുറിച്ച് ചില അറിവുണ്ട്, ആളിനെക്കുറിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ടുണ്ട്. അല്ല, അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് 100% ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല. പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല. ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഇതിനകത്ത് തന്നെ ഡൈനിങ് പോർഷനുണ്ട്. ഈ ഡൈനിങ് പോർഷനിൽ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ്, അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ്. ബാങ്കിൽ എത്ര പേരുണ്ട്, ഉച്ചക്കലത്തെ ബ്രേക്ക് ടൈം, ആ സമയത്ത് ഇവിടെ ആരും കാണത്തില്ല, അതൊക്കെ മനസ്സിലാക്കി വന്ന ഒരാളാണ്. ഹിന്ദിയിൽ സംസാരിച്ചിരുന്ന അക്രമി ഇടയ്ക്ക് മലയാള വാക്കുകളും സംസാരിച്ചിരുന്നതായി ബാങ്ക് ജീവനക്കാർ പറഞ്ഞു. അക്രമിയുടെ വരവും പണം കവർച്ചാ രീതിയും കണക്കിലെടുക്കുമ്പോൾ സാധാരണ ഒരു മോഷ്ടാവല്ല ഇയാളെന്നാണ് പോലീസ് കരുതുന്നത്. മോഷണത്തിനു പിന്നിൽ മറ്റുള്ളവരും പ്രവർത്തിച്ചിട്ടുള്ളതായാണ് നിഗമനം. TC വിനോസ്, തൃശൂർ. തൃശൂരിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണം. സുഹൃത്ത് അറസ്റ്റിൽ. കേസിൽ നിർണായകമായത് മദ്യം വാങ്ങിയ ബില്ല്. ഫെബ്രുവരി 8 തങ്കമണിക്കയറ്റത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മൃതദേഹം കിടക്കുന്നു എന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നത്. 4 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹത്തിൽ നിന്നും കിട്ടിയ ഫോണിൽ നിന്നാണ് മരിച്ചത് ചെമ്പൂക്കാവിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന വല്ലച്ചിറ സ്വദേശി സന്തോഷാണെന്ന് തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം കുടിച്ചാണ് മരണമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ എങ്ങനെ ഇയാൾ ഇവിടെ എത്തി കിണറ്റിൽ വീണു എന്നതിൽ സംശയം തോന്നിയതോടെ പോലീസിലെ പ്രത്യേക സംഘം ഇതിലെ അസ്വാഭാവികത അന്വേഷിച്ചു. സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഏറെ നിർണായക തെളിവായ സമീപത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങിയ ബില്ല് ലഭിച്ചത്. ബില്ലിലെ സമയം വെച്ച് സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ബില്ലുടമയെ കണ്ടെത്തിയത്. തുടർന്ന് പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളും ശേഖരിച്ച പോലീസ് മരിച്ച സന്തോഷ് ഉൾപ്പെടെ 4 പേരാണ് മദ്യം വാങ്ങിയതെന്ന് കണ്ടെത്തി. ഇതിലെ ഒരാളെ കൂർക്കഞ്ചേരിയിൽ നിന്ന് പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇതിൽ നിന്നാണ് കൃത്യം ചെയ്തത് ചേറൂർ സ്വദേശി പുറക്കോട്ട് വീട്ടിൽ വിനയനാണെന്ന് അറിയുന്നത്. നഗരത്തിലെ കടത്തിണ്ണകളിൽ മറ്റ് മന്തിയുറങ്ങുന്ന ഇയാളെ ഗുരുവായൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ സന്തോഷിനെ കാലുവാരി കിണറ്റിലിടുകയായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. സ്ഥലത്ത് നിന്ന് ലഭിച്ച ബില്ല് കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് കേവലം കിണറ്റിൽ വീണുള്ള മരണം മാത്രമായി മാറുമായിരുന്ന കേസിനെ കൊലപാതകമാണെന്ന സത്യത്തിലേക്ക് നയിച്ചത്. ACP സലീഷൻ ശങ്കർ, SHO ജിജോ, ASI ദുർഗാലക്ഷ്മി, ഹരീഷ്, ദീപക്, സൂരജ്, അജ്മൽ, നസീബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. TCV തൃശൂർ. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി 1 മാസം കഴിഞ്ഞിട്ടും തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. KSRTCക്ക് സ്ഥലം അനുവദിക്കാൻ നീക്കമെന്ന് സൂചന. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. കോടികൾ ചിലവഴിച്ച് ആധുനിക രീതിയിൽ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ ശക്തൻ സ്റ്റാൻഡിന്റെ തെക്കുഭാഗം തുറന്നു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. കഴിഞ്ഞ നവംബർ 15 ആരംഭിച്ച കോൺക്രീറ്റിംഗ് പൂർത്തിയായിട്ട് 1 മാസം കഴിഞ്ഞെങ്കിലും ഇനിയും സ്റ്റാൻഡ് തുറന്നു നൽകിയിട്ടില്ല. ഇതുമൂലം യാത്രക്കാരും വ്യാപാരികളും ബസ് ജീവനക്കാരും ദുരിതത്തിലാണ്. ബസ് തൊഴിലാളികൾ പൊരിവെയിലത്ത് നിന്ന് പണിയെടുക്കുകയാണെന്നും
സ്റ്റാൻഡ് ഉടൻ തുറന്നു നൽകിയില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും INTUC ട്രേഡ് യൂണിയൻ സെക്രട്ടറി AR ബാബു പറഞ്ഞു. ഈ ബസ് സ്റ്റാൻഡിന്റെ പണി 3 മാസമായി പണി തുടങ്ങിയിട്ട് ഈ ബസ് സ്റ്റാൻഡ് ആകെ ശോചനാവസ്ഥയിൽ കിടക്കുന്ന അവസരത്തിൽ വളരെയധികം സമരങ്ങൾ ചെയ്തതിന് ശേഷം ഈ കോൺക്രീറ്റ് തുടങ്ങി. ഈ കോൺക്രീറ്റ് പണി കഴിഞ്ഞിട്ട് 1 മാസക്കാലമായി. ഇതിന്റെ എല്ലാ പണികളും കഴിഞ്ഞ് പൂർത്തീകരിക്കുന്ന സമയത്ത് ഇവിടെ നടത്തുന്ന ഈ ബസ് തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കും വന്നിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ അത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തുറന്നു തരണമെന്നൊരു അപേക്ഷ കൂടിയുണ്ട്. ബസ് ജീവനക്കാർ വെയിലത്ത് നിന്നിട്ടാണ് പണിയെടുക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന്റെ പണി കഴിഞ്ഞിട്ട് തുറന്ന് കൊടുക്കാതെ ഒരു സംവിധാനം വന്നില്ലെങ്കിൽ സമരപരിപാടികളുമായിട്ട് ട്രേഡ് യൂണിയൻ നേതാക്കളെല്ലാവരും ഇതിന് ബസ് സമരം നടത്താനുള്ള തീരുമാനത്തിൽ തിരികെയാണ്. ജനുവരി 26-ന് ബസ് സ്റ്റാൻഡ് തുറന്നു നൽകുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് മേയർ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായതെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ 3 മാസമായി ശക്തൻ സ്റ്റാൻഡിൽ ഒരു കച്ചവടവും നടക്കുന്നില്ലെന്നും വാടകയും ശമ്പളവും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് തങ്ങളെന്നും സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ആനന്ദ് മുണ്ടയൂർ പറഞ്ഞു. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ഒരു വ്യാപാരവും ഇല്ലാണ്ട് പട്ടിണിയിലാണ്. ഞങ്ങളുടെ വ്യാപാരം ഈ ബസ് സ്റ്റാൻഡിനെ അപേക്ഷിച്ചിട്ടാണ്. ഒരു ബസ്സും ഈ ബസ് സ്റ്റാൻഡിൽ കടന്നു വരാണ്ട് ഞങ്ങൾക്ക് വാടക അടയ്ക്കാനോ ഞങ്ങളുടെ ശമ്പളം കൊടുക്കാനോ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് 1 മാസത്തിനുള്ളിൽ തുറന്നു തരാമെന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് 3 മാസമായിട്ടും തുറന്നു വന്നിട്ടില്ല. പണി കഴിഞ്ഞിട്ട് 1 മാസക്കാലമായി. എന്നിട്ടും കോർപ്പറേഷൻ അധികാരികൾ ഇതിന് യാതൊരു ശ്രദ്ധയും പുലർത്തുന്നില്ല. ഇതിനുള്ള എല്ലാ വ്യാപാരികളുടെയും പ്രതിഷേധം അറിയിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് തുറന്നു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേസമയം KSRTC സ്റ്റാൻഡ് പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ട് KSRTC സ്റ്റാൻഡ് ശക്തൻ സ്റ്റാൻഡിലേക്ക് മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നതായി സൂചനയുണ്ട്. അതുകൊണ്ടാണ് ശക്തൻ സ്റ്റാൻഡ് തുറന്നു നൽകാതിരിക്കുന്നതെന്ന് പറയുന്നു. ശക്തൻ സ്റ്റാൻഡ് KSRTCക്ക് അനുവദിച്ചു നൽകിയാൽ ബസ് പണിമുടക്കടക്കമുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. TCV തൃശൂർ. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് 2ാം ഘട്ട ചികിത്സാ ദൗത്യത്തിന് വനപാലകർ തീരുമാനിച്ചു. ചീഫ് വൈൽഡ് വാർഡൻ പ്രമോദ് G. കൃഷ്ണൻ, വെറ്ററിനറി ചീഫ് ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയ എന്നിവർ സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിച്ചു. മുറിവിൽ അണുബാധയുള്ള ആന രക്ഷപ്പെടാൻ 30% മാത്രമേ സാധ്യതയുള്ളൂവെങ്കിലും 5 ദിവസത്തിനകം കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാനാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. ഇതിനായി കോടനാടുള്ള ആനക്കൂട് അറ്റകുറ്റപ്പണികൾ നടത്തും. ഞായറാഴ്ച പണികൾ തുടങ്ങുമെന്ന് വാഴച്ചാൽ DFO R. ലക്ഷ്മി പറഞ്ഞു. ഇതിനുള്ള യുക്കാലി മരങ്ങൾ ശേഖരിക്കുന്നതിന് അതിരപ്പിള്ളി റേഞ്ച് ഓഫീസറും സംഘവും ശനിയാഴ്ച ദേവികുളം മലയിലേക്ക് തിരിക്കും. കൂടി ശരിയാക്കിയ ശേഷം ആനയെ പിടികൂടി കോടനാട്ടേക്ക് കൊണ്ടുപോകും. ഇതിന് കുങ്കി ആനകളെയും എത്തിക്കും. മയക്കുവെടി വെച്ച് പിടികൂടുന്നത് ആനയുടെ ജീവന് ഭീഷണിയാകുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഡോക്ടർ അരുൺ സഖറിയയും സംഘവും 20 മിനിറ്റോളം ആനയോടൊപ്പം സഞ്ചരിച്ചു. വരന്തരപ്പള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പുളിക്കൻ തങ്കച്ചൻ, പാലപ്പറമ്പിൽ രാമകൃഷ്ണൻ എന്നിവരുടെ പറമ്പിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. പറമ്പുകളിലെ നേന്ത്രവാഴകളും കവുങ്ങുകളും തെങ്ങുകളും ആന പിഴുതെറിഞ്ഞു. സമീപത്തെ പുഴ കടന്നെത്തിയ ആന വീട്ടുപറമ്പുകളിൽ നാശം വിതയ്ക്കുകയായിരുന്നു. 2 മാസത്തിനിടെ 10ാം തവണയാണ് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. 100 കണക്കിന് വാഴകളാണ് ഇതിനിടെ ആനകൾ നശിപ്പിച്ചത്. ആനശല്യം രൂക്ഷമായതോടെ ഭൂരിഭാഗം കർഷകരും കൃഷി ഉപേക്ഷിച്ച നിലയിലാണ്. നിരന്തരം കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ പ്രദേശത്ത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർ നേരിട്ടത്. ഇതുവരെ സർക്കാരിൽ നിന്ന് യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ലെന്ന് കർഷകർ പറയുന്നു. വനാതിർത്തികളിൽ കിടങ്ങുകളും സോളാർ വേലിയും തീർത്ത് ആനശല്യം ഒഴിവാക്കണമെന്ന ആവശ്യം വനംവകുപ്പ് അധികൃതർ മുഖവിലക്കെടുക്കുക പോലും ചെയ്യുന്നില്ലെന്നും കർഷകരുടെയും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരുടെയും ആക്ഷേപം. വടക്കാഞ്ചേരി മച്ചാട് ഫോറസ്റ്റ് റേഞ്ചുകളിലെ ജനവാസ മേഖലകളിൽ നിരന്തരമായി കാട്ടാന ഇറങ്ങുന്ന സാഹചര്യത്തിൽ സോളാർ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്നും അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ കാക്കിനിക്കാട്, കൊളത്താശ്ശേരി, മേലില്ലം, കുറ്റിക്കാട്, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അകമല, കുഴിയോട്, ചേപ്പലക്കോട്, പട്ടാണിക്കാട്, ചേലക്കരയിലെ മുള്ളൂർക്കര, പാഞ്ഞാൾ പ്രദേശങ്ങളിൽ കാട്ടാനകൾ ദിനംപ്രതി ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ദിവസങ്ങളോളം ജനവാസ മേഖലകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷമാണുള്ളതെന്നും സബ്മിഷനിൽ പറയുന്നു. ഈ ആനകൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അകമല, ശാസ്താവ്, ഉത്രാളിക്കാവ് എന്നീ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് റെയിൽവേ ട്രാക്കിനടുത്തെത്തുന്നതും റെയിൽവേ ലൈനുകൾ മുറിച്ചു കടക്കുന്നതും അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. റെയിൽവേയുടെ പ്രത്യേക സംരക്ഷണ പദ്ധതി ഈ മേഖലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് MLA സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. നേരത്തെ പ്രവർത്തനം നിർത്തിവെച്ച അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്ന്
സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആവശ്യപ്പെട്ടു. മച്ചാട് വനമേഖലകളിലെ ആനകളുടെ സാന്നിധ്യം കുറച്ചു കാലമായി നിലനിൽക്കുകയാണ്. ഇത് വലിയ അപകടമുണ്ടാക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് റെയിൽവേയുടെ പ്രത്യേക പദ്ധതി വേണം. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന അകമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ അത് നിർത്തലാക്കിയിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കണം. വടക്കാഞ്ചേരി, മച്ചാട് എന്നീ ഫോറസ്റ്റ് റേഞ്ചുകളിൽ കാട്ടാനിറങ്ങുന്ന ജനവാസ മേഖലകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായും ദർഗാസ് ഏറ്റെടുത്തിട്ടുള്ള കരാറുകാർക്ക് വർക്ക് ഓർഡർ നൽകിയതായും വനം മന്ത്രി സബ്മിഷന് മറുപടിയായി പറഞ്ഞു. നിർത്തലാക്കിയ അകമല സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കാടിറങ്ങി കൂട്ടം തെറ്റിയെത്തിയ പുള്ളിമാൻ സ്വകാര്യ പറമ്പിലെ കുളത്തിൽ വീണു. മറ്റത്തൂർ നൂലുവള്ളിയിലാണ് പുള്ളിമാൻ കുളത്തിൽ വീണത്. നൂലുവള്ളി മാണൂക്കാടൻ ഉണ്ണികൃഷ്ണന്റെ വീട്ടുപറമ്പിലുള്ള കുളത്തിൽ വീണ പുള്ളിമാനിനെ വനപാലകർ നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ യുവതി കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കൾ മൊഴി നൽകി. എറിയാട് യുബസാർ പാലമുറ്റം കോളനിയിൽ വാക്കാശ്ശേരി രതീഷ് ഭാര്യ ഷിനിയാണ് വ്യാഴാഴ്ച മരിച്ചത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ കളക്ഷൻ ഏജന്റുമാർ ഒന്നിച്ചെത്തി തിരിച്ചടവ് തുകയ്ക്കായി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ഷിനി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇസാഫ്, IDFC, മാക്സ് വാല്യൂ എന്നീ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏജന്റുമാരാണ് ഷിനിയെ തേടിയെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ എത്തിയ കളക്ഷൻ ഏജന്റുമാരുടെ സമ്മർദ്ദം സഹിക്കാതെ ഷിനി കിടപ്പുമുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ചപ്പോൾ സീലിംഗ് ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടയുകയായിരുന്നു. അതിനെന്താണ് നമുക്ക് ഉള്ള കാര്യം പറയുമ്പോൾ കട്ടും പത്തും കിട്ടും നമ്മുടെ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ വിളിയെന്ന് കാര്യങ്ങൾ വണ്ടിക്കാരനും വന്നിട്ട് അവനും കുറേ നേരമായി വന്നത്. അതൊക്കെയാണ് ഇവരും വന്നത്. തൊട്ടക്ക് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവരോട് പറഞ്ഞ് ലാസ്റ്റ് ഇവരാൾക്കൂട്ട് വന്നു. ഇവര് തമ്മി എന്തോ പറയുന്നുണ്ട്. പറഞ്ഞത് എൻ്റെ മരുമോൾ കേട്ടിട്ടുണ്ട്. തയ്ക്കാൻ പറ്റാത്ത എന്തോ കാര്യമാണ്. ഞാൻ കേട്ടില്ല. അപ്പം വാതിലിറച്ചിരിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഒരു പെണ്ണ് അകത്തൂട്ടങ്ങട് കയറി വന്നു. സ്റ്റാഫിൻ്റെ ഒരു പെണ്ണ് ഇങ്ങനെ വിളിക്ക് വാതിൽ തുറക്കുമെന്നും പറഞ്ഞു. ഞാനൊരു കണക്കിന് വാതിൽ കണക്കി തുറന്നപ്പോഴേക്കും തൂങ്ങിയിരിക്കണേന്ന് വിളി. വായ്പ തുക തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിനെ തുടർന്ന് പണമിടപാട് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഷിനിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായി രതീഷ് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നേരിട്ട് പോണത് ഇന്ന സ്ഥലത്തോട്ടാണ്. എന്നിട്ട് ഒരു പ്രാവശ്യം നിവൃത്തികേട് കൊണ്ട് വൈഫ് അവിടെയുള്ള ജോലിക്കാരോട് പറഞ്ഞിട്ട് പൈസ കുറച്ച് ഒപ്പിച്ചിട്ട് അവന് കൊടുത്ത കാരണം അവൻ പറഞ്ഞു ഇനി ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് വന്ന് പൈസ കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് അവന് കിട്ടി. അത് കാരണം വീണ്ടും നിരന്തരം ഫോൺ ചെയ്യലും അവിടെ വന്ന് കാത്തിക്കലും. പക്ഷേ ഇന്നലെ അവൻ വന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് പിന്നെ ഈ ചേച്ചിമാരുടെ ഒരു ഇതും കൂടെ കഴിക്കഴിഞ്ഞപ്പം ആളകത്ത് കയറി വാലടച്ച് ആണ് ഈ സംഭവം. ഷിനി ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലും ഇവർ പണം ആവശ്യപ്പെട്ട് പലതവണ എത്തിയിരുന്നു. ഈ സംഭവവും ഷിനിയെ മാനസികമായി തളർത്തിയിരുന്നു. തന്റെ പേരിലുള്ള വായ്പയെ ചൊല്ലിയാണ് പണമിടപാട് സ്ഥാപനക്കാർ ഷിനിയെ ശല്യപ്പെടുത്തിയിരുന്നതെന്ന് ഭർത്താവ് രതീഷ് പറഞ്ഞു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ കുന്നത്തങ്ങാടിയിൽ സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ജീവനക്കാരൻ തട്ടുകടയിൽ കയറി കടയുടമയെ മർദ്ദിച്ചതായി പരാതി. അരിമ്പൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സതീഷിനാണ് മർദ്ദനമേറ്റത്. വർഷങ്ങളായി കുന്നത്തങ്ങാടി സെന്ററിൽ തട്ടുകട നടത്തുകയാണ് സതീഷ്. ബജാജ് ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും സതീഷ് 1.5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. മാസം 6400 രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഈ തുക ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക് ഡെബിറ്റായി പോവുകയാണ് പതിവ്. എന്നാൽ അക്കൗണ്ടിൽ പണമില്ലാതിരുന്നതിനാൽ ഈ മാസം തുക അടയ്ക്കാനായില്ലെന്ന് സതീഷ് പറയുന്നു. സ്ഥാപനത്തിന്റെ പ്രതിനിധി കടയിലെത്തി കച്ചവടം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും അപമാനിച്ചതായും മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു. മൽപ്പിടുത്തത്തിനിടയിൽ പണം ചോദിച്ചെത്തിയ ആളുടെ ദേഹത്ത് ചൂടുകഞ്ഞി വെച്ച പാത്രം മറിഞ്ഞു വീണ് പൊള്ളലേറ്റു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രശ്നമുണ്ടാക്കിയവരെ കസ്റ്റഡിയിലെടുത്തു. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം പറപ്പുറപ്പാട് ആവേശമായി. കുംഭമാസത്തിലെ 30 വെള്ളിയാഴ്ച അത്താഴപൂജയ്ക്ക് ശേഷമാണ് പറ പുറപ്പെടുന്നത്. പറപ്പുറപ്പാടിന് മുന്നോടിയായി അരീക്കര ഇല്ലത്തെ ഇളയത് ശ്രീകോവിലിന് മുന്നിൽ കുരുത്തോല കൊണ്ട് തോരണം തൂക്കി കൂറയിടൽ ചടങ്ങ് നടത്തി. തുടർന്ന് ഭഗവതിയുടെ പരിവാരങ്ങളെ പ്രീതിപ്പെടുത്തുവാനായി പെരുംപൂജ നടത്തി. ക്ഷേത്രകോമരം, കുമരും കിണറ്റിങ്കര, പതിക്കുളങ്ങര, മംഗലം എന്നീ ക്ഷേത്രകോമരങ്ങൾക്കൊപ്പം വെളിച്ചപ്പെട്ട് അരിയെറിഞ്ഞു. തുടർന്ന് ഇളയത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ ചുവന്ന പട്ട്
വിദ്യയുടെ പ്രതീകമായ ശുഭ്രനിറം, ശത്രു സംഹാരത്തിന്റെ നിറമായ കറുപ്പ് എന്നിവ ധരിച്ച് ശ്രീകോവിലിന് മുന്നിലെ പീഠത്തിലിരുന്ന് തീർത്ഥം, അരി, പൂവ്, ചിലമ്പ്, വാൾ എന്നിവ സ്വീകരിച്ച് ദേവിയെ തന്നിലേക്ക് ആവാഹിച്ചു. അവകാശിയായ പാലിശ്ശേരി തറവാട്ടുകാരണവരുടെ കൈപിടിച്ച് ഓലക്കുടയുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ പാമ്പിൻകാവിലേക്ക് പോയി. എടുപ്പന്മാരുടെ തോളിലേറി ക്ഷേത്രത്തിന് കിഴക്കുവശത്ത് ആദ്യപറയായ ഹരിജൻ പറ സ്വീകരിച്ചു. തുടർന്ന് വടക്ക് ദേശത്തെ പറകൾ സ്വീകരിക്കാനായി പുറപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം. കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ചുമതലയേറ്റു. DCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ജില്ലാ നേതൃയോഗത്തിൽ വെച്ചാണ് DCC പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്ന VK ശ്രീകണ്ഠൻ MP-യിൽ നിന്ന് ജോസഫ് ടാജറ്റ് ചുമതലയേറ്റത്. പാർട്ടിയിലെ എല്ലാവരെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജോസഫ് ടാജറ്റിന് കഴിയട്ടെ എന്ന് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. VK ശ്രീകണ്ഠൻ MP, കോഴിക്കോട് MP MK രാഘവൻ, KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റുമാരായ O അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TJ സനീഷ് കുമാർ MLA തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവായ ജോസഫ് ടാജറ്റ് 31 വർഷമായി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 1953 സെന്റ് തോമസ് കോളേജ് KSU യൂണിറ്റ് ഭാരവാഹിയായാണ് പൊതുരംഗത്ത് ജോസഫ് ടാജറ്റിന്റെ തുടക്കം. പാലിയേക്കര ടോൾ നിരക്കിനെതിരെയും വന്യജീവി ആക്രമണം, മലയോര പട്ടയം, അതിരപ്പള്ളി പദ്ധതി തുടങ്ങിയ നിരവധി ജനകീയ വിഷയങ്ങളിലും നിരന്തരം സമരം ചെയ്ത് ശ്രദ്ധേയനാണ് ജോസഫ് ടാജറ്റ്. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടിയിലെ വ്യാജ ലഹരിമരുന്ന് കേസിൽ പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി എക്സൈസ് ക്രൈംബ്രാഞ്ച്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുരുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി നാരായണദാസിനെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ച നാരായണദാസിന്റെ ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. കൊയിലാണ്ടിയിൽ ആനകൾ ഇടഞ്ഞ സംഭവം നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചതായി റിപ്പോർട്ട്. ADM-ഉം വനംവകുപ്പും വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. സംഭവത്തിൽ ഹൈക്കോടതിയും സ്വമേധയാ ഇടപെട്ടു. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇടഞ്ഞ 2 ആനകളും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതായിരുന്നു. ആനയുടെ ഭക്ഷണ യാത്രാ രജിസ്റ്റർ ഹാജരാക്കണം. ഇത്രയും ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയതെന്തെന്ന് കോടതി ചോദിച്ചു. ജനങ്ങളും ആനകളും തമ്മിലുള്ള അകലം, പടക്കം പൊട്ടിച്ചതിലെ അകലം എന്നിവയിലെ ചട്ടങ്ങൾ കൊയിലാണ്ടിയിൽ ലംഘിക്കപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. ചട്ടലംഘനത്തിനിടയാക്കിയവർക്കെതിരെ നടപടി വേണമെന്നും വനം മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരോഗ്യ വിഭാഗത്തിന്റെ ഹോട്ടൽ പരിശോധനകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി P. ബാലചന്ദ്രൻ MLA. തൃശൂരിൽ നടക്കുന്ന കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ 60ാമത് സംസ്ഥാന സമ്മേളനമായ സൽക്കാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ നിയമം ഒന്നും പ്രവൃത്തി മറ്റൊന്നുമായിട്ടാണ് ആരോഗ്യ വിഭാഗത്തിന്റെ ഇടപെടൽ. നിരവധിയായ ദൈനംദിന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയിൽ ഇത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. നടത്തുന്ന പരിശോധനകൾ കാണുമ്പോൾ ആരോഗ്യ വിഭാഗത്തിനാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നും MLA പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള എക്സിബിഷൻ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ മൊയ്തീൻകുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, എക്സ്പോ കമ്മിറ്റി ചെയർമാൻ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. പുഴയ്ക്കലിൽ 3 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. കുട്ടികളെ പുകവലിക്കാൻ ഉപദേശിച്ച മന്ത്രി സജി ചെറിയാനെതിരെ സത്യപ്രതിജ്ഞാ ലംഘനത്തിന് നടപടിയെടുക്കണമെന്ന പരാതിയിൽ ഗവർണർ നടപടി തുടങ്ങി. ജനുവരി 2-ന് കായംകുളത്തെ പൊതുപരിപാടിയിൽ മന്ത്രി നടത്തിയ പ്രസംഗത്തിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി KPCC സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ ജോൺ ഡാനിയൽ ആണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് പരാതി അയച്ചത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള കത്ത് ലഭിച്ചതിനെ തുടർന്ന് ലഭ്യമായ വിവരങ്ങൾ ഉടൻ രാജ്ഭവന് കൈമാറുമെന്ന് ജോൺ ഡാനിയൽ അറിയിച്ചു. തിരുവല്ലുവാമല പഴമ്പാലക്കോട് തോട്ടുംപള്ള പാലം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച പാലം പൂർണ്ണമായി പൊളിച്ചുമാറ്റിയാണ് പുനർനിർമ്മിക്കുന്നത്. തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിൽ നിന്നും പാലക്കാട് ജില്ലയിലെ തരൂർ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ പാലത്തിലൂടെയാണ്. 4.25 കോടി രൂപ ചെലവഴിച്ച് 24 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പുനർനിർമ്മിക്കുന്നത്. കൂടാതെ റോഡിന്റെ ഇരുഭാഗങ്ങളിലും 35 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നുണ്ട്. പൊതുമരാമത്ത് പാലം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. മുമ്പുണ്ടായിരുന്ന പാലത്തിന്
12.6 മീറ്റർ നീളവും 6.6 മീറ്റർ വീതിയുമാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോടുള്ള ഹാസ്കോൺ കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. പഴയ പാലം പൊളിച്ചു മാറ്റുന്നതിന് മുൻപ് സമീപത്ത് തോടിനു കുറുകെ സമാന്തര പാത നിർമ്മിച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് ഈ റൂട്ടിൽ താൽക്കാലികമായി ഗതാഗതം നടത്തുന്നത്. കൂട്ടുപാത മുതൽ പഴമ്പാലക്കോട് പാലം വരെ റോഡിന്റെ പുനർനിർമ്മാണവും പൂർത്തിയാകുന്നതോടെ തിരുവില്ലാമല ആലത്തൂർ റൂട്ടിലെ വാഹന ഗതാഗതം സുഗമമാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ധർണ നടത്തി. തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിത കർമ്മസേനയുടെ ഫീസ് മാലിന്യത്തിന്റെ തോതനുസരിച്ച് ക്രമീകരിക്കുക, ലൈസൻസുമായി ബന്ധപ്പെട്ട അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി TS വെങ്കിട്ടറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സിജോ ചെറക്കേക്കാരൻ, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി ഡോളി തോമസ്, ജില്ലാ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ സൈമൺ, നൈസൺ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കുതിരാൻ തുരങ്കത്തിനു സമീപം ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ടാങ്കർ ലോറികളിൽ കൊണ്ടുവരുന്ന ശുചിമുറി മാലിന്യമാണ് വ്യാപകമായി തള്ളുന്നത്. ഇതുമൂലം പരിസരത്ത് ദുസ്സഹമായ ദുർഗന്ധമാണ്. ഏതാനും ആഴ്ച മുൻപും ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന ശുചിമുറി മാലിന്യം തുരങ്കത്തിനു സമീപം തള്ളിയിരുന്നു. പരിശുദ്ധ റമസാനിന്റെ വരവറിയിച്ച് വന്നെത്തിയ ബറാഅത്ത് രാവിനെ മുസ്ലിം വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരമായി വരവേറ്റു. ബറാഅത്ത് രാവ് വെള്ളിയാഴ്ച ദിവസമായത് വിശ്വാസികൾക്ക് ഇരട്ടി മധുരമായി. അസ്സർ നമസ്കാരത്തിന് ശേഷം കബറിടങ്ങളിലെത്തിയ വിശ്വാസികൾ അവരവരുടെ മൺമറഞ്ഞുപോയ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി കണ്ണീരണിഞ്ഞ് പ്രാർത്ഥനാ നിരതരായി. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 3 യാസിനുകൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രാർത്ഥനകൾ നടത്തിയ വിശ്വാസികൾ ശനിയാഴ്ച ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ബറാഅത്ത് രാവിന് ഏറെ പ്രത്യേകതകൾ വിശ്വാസികൾ കൽപ്പിക്കുന്നുണ്ട്. ഇനിയുള്ള ഒരു വർഷത്തെ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന മഹത്തായ ദിനമാണിതെന്നാണ് വിശ്വാസം. അള്ളാഹുവിന്റെ അനുഗ്രഹവും നന്മയും കാരുണ്യവും ചോദിച്ച് വിശ്വാസികൾ പാതിരാ വരെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണിത്. റംസാനിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വിശ്വാസിക്ക് ആത്മശുദ്ധി ആർജിക്കാനും ഹൃദയാന്തരങ്ങൾ പ്രകാശിപ്പിക്കാനും ഈ ദിവസം ഉപകാരപ്രദമാകുമെന്നാണ് വിശ്വാസം. ശഅബാൻ മാസത്തിലെ 15-ാം രാവാണ് ബറാഅത്ത് രാവായി മുസ്ലിം വിശ്വാസികൾ കണക്കാക്കുന്നത്. മോചനം എന്നർത്ഥം വരുന്ന ലൈലത്തുൽ മുബാറക് എന്ന് ഈ രാവിനെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിരവധി മനുഷ്യരെ പാപങ്ങളിൽ നിന്നും നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിനമെന്ന് മതപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നു. റംസാൻ കഴിഞ്ഞാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ വ്രതമെടുക്കാൻ തെരഞ്ഞെടുത്ത മാസം കൂടിയാണ് ശഅബാൻ. TCV ന്യൂസ്, തൃശൂർ. കുപ്രസിദ്ധ ഗുണ്ടകളായ 2 പേരെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. വേളൂക്കര സ്വദേശി ചെമ്പരത്ത് വീട്ടിൽ സലോഷ്, കോമ്പാറ സ്വദേശി ചെറുപറമ്പിൽ മിഥുൻ എന്നിവരെയാണ് നാടുകടത്തിയത്. സലോഷ് 3 ക്രിമിനൽ കേസുകളിലും മിഥുൻ കവർച്ച കേസടക്കം 4 കേസുകളിലും പ്രതികളാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി B കൃഷ്ണകുമാർ ചുമതലയേറ്റതിനു ശേഷം 29 ഗുണ്ടകൾക്കാണ് കാപ്പ ചുമത്തിയത്. ചിട്ടി സേവനങ്ങൾക്കുള്ള GST പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചിട്ടി ഫോർമൻസ് അസോസിയേഷൻ തൃശൂരിലെ സെൻട്രൽ GST ഓഫീസിനു മുൻപിൽ ധർണ നടത്തി. സംഘടനാ ചെയർമാൻ ഡേവിഡ് കണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി VT ജോർജ് അധ്യക്ഷനായിരുന്നു. ബേബി മൂക്കൻ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഡേവിസ് ആറ്റത്തറ, CL ഇഗ്നേഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്, ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശൂർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ആചാര പരിഷ്കരണ യാത്ര നടത്തി. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്ന് സ്വാമിമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രാർത്ഥനാ യാത്ര കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിൽ എത്തി സമാപിച്ചു. തുടർന്ന് നടന്ന പ്രാർത്ഥനാ യോഗം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു. ആചാര പരിഷ്കരണ യാത്രാ ചെയർമാൻ PK സാബു അധ്യക്ഷനായിരുന്നു. ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമി, കമ്മിറ്റി ജനറൽ കൺവീനർ KU വേണുഗോപാൽ, ട്രസ്റ്റ് ജില്ലാ പ്രസിഡന്റ് AP ബാലൻ, സത്യൻ പന്തത്തല തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള പാണ്ടിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി.
വളർക്കാവ് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഭക്തിസാന്ദ്രമായി. പൂരമെഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ ഗുരുജി ശിവനാരായണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പെരുവനം സതീശന്മാരാർ നയിച്ച പാണ്ടിമേളം അരങ്ങേറി. കൊരട്ടിയിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവും മയക്കുമരുന്നുമായി 3 പേർ പോലീസിന്റെ പിടിയിലായി. കഞ്ചാവുമായി ബംഗളൂരു സ്വദേശി സൂരജ് ഗോപകുമാർ, 50 ഗ്രാം രാസലഹരിയുമായി കുപ്രസിദ്ധ ലഹരി കടത്തുകാരൻ കിങ്ങിണി ഷിജോ, 160 ലിറ്റർ മദ്യവുമായി ജംഷാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ്, കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃത് രംഗൻ, ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ വി.ജി. സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,461 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി ലക്ഷങ്ങൾ കവർന്നു. ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് കൊള്ള നടന്നത്. മോഷ്ടാവെത്തിയത് കത്തിയുമായി. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കവർച്ച നടത്തിയത് 3 മിനിറ്റ് കൊണ്ടെന്ന റൂറൽ SP. തൃശൂരിൽ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. സുഹൃത്ത് അറസ്റ്റിൽ. കൊലപാതകത്തിന് കാരണം മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം. കേസിൽ നിർണായകമായത് മദ്യം വാങ്ങിയ ബില്ല്. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി 1 മാസം കഴിഞ്ഞിട്ടും തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് തുറന്നു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. സ്റ്റാൻഡ് താൽക്കാലികമായി KSRTCക്ക് അനുവദിക്കാൻ നീക്കമെന്ന് സൂചന. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് 2ാം ഘട്ട ചികിത്സാ ദൌത്യത്തിന് വനപാലകർ തീരുമാനിച്ചു. ചീഫ് വൈൽഡ് വാർഡന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 5 ദിവസത്തിനകം കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാനാണ് നീക്കം. കൊടുങ്ങല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കളുടെ മൊഴി. കുന്നത്തങ്ങാടിയിൽ സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ജീവനക്കാരൻ തട്ടുകടയിൽ കയറി കടയുടമയെ മർദ്ദിച്ചതായി പരാതി. പ്രസിദ്ധമായ മച്ചാട് തിരുവാടിക്കാവ് മാമാങ്കം പറപ്പുറപ്പാട് ആവേശമായി. പറപ്പുറപ്പാടിന് മുന്നോടിയായി അരീക്കര ഇല്ലത്തെ ഇളയത് ശ്രീകോവിലിന് മുന്നിൽ തോരണം തൂക്കി കൂറയിടൽ ചടങ്ങ് നടന്നു. ചൊവ്വാഴ്ചയാണ് മാമാങ്കം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.